ആഘോഷിച്ച് 2025 ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. 2025 തുടക്കം തന്നെ ഗംഭീര തുടക്കം, നല്ല ഗ്രാൻഡ് ബ്രേക്ക്ഫാസ്റ്റ്. ഫുഡെല്ലാം കഴിച്ചു. ഞാൻ രാവിലെ ഉണ്ടായിരുന്നു തോന്നുന്നു. പിള്ളേർ കളിച്ചു കണ്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇഴഞ്ഞ ഒരവസ്ഥയിലായി. ഡയറ്റും കാര്യങ്ങളും ഒന്നും നോക്കാതെ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളുടെ ആമിക്കുട്ടിക്കിനി സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വാശി. നമുക്ക് ചെക്കൗട്ട് ചെയ്യാനായിട്ടുള്ള സമയമായി. 12 മണിക്ക് ചെക്കൗട്ട് ചെയ്യണ്ടേ. ഇതിപ്പോൾ 10:30 കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ആമിക്കുട്ടീനെ നോക്കാം. അവള് ഇറങ്ങട്ടെ, ഇറങ്ങോ. അത് കേട്ടോ, അവിടെ തന്നെ മതി മതി, അത്രയും ഇറങ്ങിയാട്ടെ. എടാ അത് അതിലെ എയർ തീരാറായിരുന്നു. ഇത് യൂസ് ചെയ്യാം. ഏട്ടിറങ്ങുന്നില്ലല്ലോ. ഇത്തിരി തുണിയും കൂടി തരട്ടെ അലക്ക്. അങ്ങനെ നമ്മൾ അമ്മിക്കുട്ടിക്ക് ഭയങ്കര നിർബന്ധം പൂളിൽ കളിക്കണം എന്ന്. പുള്ളി കളിക്കാനൊന്നും സമയമില്ല. 12 മണിക്ക് നമുക്കൊന്ന് ചെക്കൗട്ട് ചെയ്യണം. ഇപ്പോൾ ഏകദേശം ഒരു 11 മണിയായി. റൂമിൽ പോയി ഒക്കെ വന്നപ്പോൾ ഫുഡ് കഴിച്ചിട്ടൊക്കെ വന്നപ്പോൾ എഴുന്നേറ്റപ്പോൾ തന്നെ ഒരു 10 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. വേഗം കുളിച്ച് ഫ്രഷായിട്ടാണ് നമ്മൾ കഴിക്കാൻ വന്നത്. കഴിച്ച് പിന്നീട് വലപ്പെടുത്തായിരുന്നു. പിന്നെ കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ പോയി വേഗം പാക്കിംഗ് ഒക്കെ ഉണ്ട്. എല്ലാ ഡ്രസ്സൊക്കെ ഇതാക്കിയിട്ടേക്കാം. അപ്പോൾ ഒന്ന് പാക്കൊക്കെ ചെയ്ത് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം എനിക്ക് ഞങ്ങൾക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ അവർ അതുവരെ ഞാൻ ഡ്രസ്സൊക്കെ റെഡിയാക്കുമ്പോഴേക്കും അവിടെ എത്തും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ ഇന്ന് എവിടെയെങ്കിലും കറങ്ങാൻ പോയിട്ട്, പിന്നെ അമ്മയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടല്ലോ തൊട്ടപ്പുറത്ത് ഹോട്ടലിൽ. അപ്പോൾ അവരൊന്ന് പോയി കാണണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സൗത്ത് ഗോവയിൽ പോകും. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് മിക്കവാറും നാളെ വൈകിട്ട് ഇറങ്ങും. ഞാൻ റൂമിലെത്തി. ബാഗൊക്കെ കണ്ടോ കാട്ടിട്ടേക്കണേ. ഇനി അതൊക്കെ ഞാൻ അത് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ട് വേണം. എന്നിട്ടാണ് ഞാൻ വേഗം വന്നത്. ഇനിയിപ്പോൾ വേഗം ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്രഷായി കഴിഞ്ഞാൽ ഒന്ന് ഇതായി. ഫുഡൊക്കെ കഴിച്ചിട്ടപ്പോഴേ നമുക്കൊന്ന് ടയർഡായി. ഒന്നും കൂടി ഫ്രഷായിട്ട് റെഡി പോകണം. പോട്ടെ. നമ്മളിവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയപ്പോൾ ആമിക്കോട്ടേക്ക് ഇറങ്ങി നമ്മൾ. അപ്പോഴേക്കും കളിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് സമയം ഉണ്ടായില്ല. അതേ പാർക്കിൽ ആമിക്കുട്ടി വരുന്നില്ലേ? അങ്ങനെ ആമിയുടെ ഫ്രണ്ട് താമസിക്കുന്ന ഹോട്ടലിലെത്തി ഫ്രണ്ടിനെ കണ്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോകും. ഏകദേശം 1 വർഷം ആവാറായിട്ടോ ആമിയുടെ ഈ ഫ്രണ്ടിനെ ആമി നേരിട്ട് കണ്ടിട്ട്.
തിരുനെൽവേലിയിൽ ആമയുടെ കൂടെ പഠിച്ച ആമയുടെ ഫ്രണ്ടിനെ കാണാൻ വന്നേക്കാണല്ലേ പെറൂസിയ. ആമയുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു, അവരുടെ ഫ്രണ്ടാണ്. അപ്പോൾ ആമക്കുട്ടിക്ക് അവരെ കാണണം. അപ്പം അവർ സ്റ്റാറ്റസ് ഇത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടപ്പോഴാണ് കേട്ടോ ഇവർ ഗോവയിലുണ്ടെന്ന് നമ്മൾ അറിഞ്ഞത്. ഒന്നും നോക്കിയില്ല, അങ്ങനെ കോൾ ചെയ്തു. അങ്ങനെ നമുക്ക് നേരിട്ട് കാണണമെന്ന് പിള്ളേർക്ക് ഭയങ്കര നിർബന്ധം. ഹലോ പെറൂസിയ, ഹാപ്പി ന്യൂ ഇയർ. தெரியுமா? பேசு. நிவி தெரியுமா? தெரியுமா? ഇവർക്ക് കണ്ടിട്ട് യാതൊരു പരിചയമില്ലാണ്ട് നിൽക്കുകയാണ് ആമയും പെറൂസിയും. கொஞ்சம் ரஷ்ஷாக இருக்கிறதால இங்கேருந்து வெளியே போகிறதே கஷ்டப்படுது. அதனால ஓல்டு கோவா போகிறது தான் மெயின். இது சர்ச்சுக்கு அது மட்டும் போயிட்டு இருந்தாங்க. ஒரு 5 o'clockலாம் போயிட்டோம். அதுவுமே ஆள் நிறையா இருந்துச்சு. ഹാപ്പി ന്യൂ ഇയർ പറയേ. അയ്യേ ഹാപ്പി ന്യൂ ഇയർ പറയടാ. நம்மளே இருந்தா பேச மாட்டாங்க, தனியா விட்டா பேசுவாங்க. ஆமா அது கரெக்ட். சுற்றுலா போகிறோம் ஆக்சுவலாக. நாளைக்கு மார்னிங் 4th அன்னைக்கு தான் திருநெல்வேலி ரீச் பண்ணுறோம். நைட்டு மார்னிங் சேலம் எங்கேயாவது டிராவல் பண்ணி ரயில்வேல ஹால்ட் ஆயிட்டு திரும்ப மார்னிங் போயிடலாம். பெங்களூர்ல இருந்து ஹோட்டல்னால 1 day ஆயிரும். 5 o'clock 6 o'clock ஆயிரும். நாங்கள் கொச்சி நாங்கள் இப்போ எடுத்த ஃப்ளாட் வந்து வண்டர்லா கிட்ட தான். கொச்சி வண்டர்லா பெரோசியா நெக்ஸ்ட் டைம் தீக்ஷிகோட வீட்டில் வா. ஓகே கண்டிப்பாக வருமா. இப்போ ஒரு செல்ஃபி. பார்க்கும்போது நல்லா இருக்கும். അങ്ങനെ ആമിക്കുട്ടിയുടെ ഫ്രണ്ടിനെ കണ്ടു, യാത്ര പറഞ്ഞു. ഞങ്ങൾ നേരെ സൗത്ത് ഗോവയിലേക്ക് പോകുന്നു. പോയിക്കും. ഈ സംഭവം നോക്കിയടാ, ഇതിങ്ങനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നല്ല സ്മെല്ല് തന്നെ ഉണ്ടോ? കണ്ടോ, അടിപൊളി, സൂപ്പർ. ഇതിൻ്റെ വേറൊരു ടൈപ്പാണ് നമ്മുടെ വീട്ടിലുള്ളത്. പക്ഷെ അതിനകത്ത് ഇങ്ങനെ കാണൂല. ഇതാണ് കുറച്ചുകൂടി ഭംഗിയല്ലേ, രസമുണ്ടല്ലേ. ഇത് ഗ്ലോബ് നോക്കി, അടിപൊളി, ഒരു വെറൈറ്റി ഗ്ലോബ്. അയ്യോ തേടാ, ആ ഇത് നല്ല ലുക്ക് ഉണ്ടല്ലേ. ഇത് നോക്കിയേ, ഈ കടുവേനാ, കടുവല്ലേ ഇത്? കണ്ടോ, ഇവിടെ നോക്കുമ്പോൾ അത് ഇതാണ് 3D. കണ്ടോ, ആ ഇവിടെ നോക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കണേ, ഇങ്ങനെ നോക്കുമ്പോൾ അത് ഇങ്ങോട്ടേക്ക് നോക്കണേ. കണ്ടോ, രണ്ട് സൈഡിൽ ആ നമുക്കുണ്ട്. ഫസ്റ്റ് ടൈമാ നമ്മളൊരു ഫസ്റ്റ് ടൈമല്ലേ ഇവിടെ ഒന്ന് ഫസ്റ്റ് ടൈമാ. ഇവിടെയാ ആമയുടെ മെയിൻ ഐറ്റം എത്തി, പാപ്പാട്. എന്ത് പാപ്പാടാണ്? മസാല പാപ്പാട്. അങ്ങനെയല്ല കേട്ടോ പറയണേ, മസാല പാപ്പാടാണ്. എന്ത് സാധനം ഇത്? പപ്പടം.
പാപ്പട് അതന്നെ പാപ്പട് മസാല പാപ്പട് ആ നമ്മൾ തേഞ്ഞട അച്ചട താലി അടിപൊളി താലി ഞാനും അമ്മ ഇന്നലത്തെ താലി കഴിച്ചത് എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞങ്ങൾ വെറൈറ്റി പിടിച്ചിട്ട് ഫ്രൈഡ് റൈസ് പറഞ്ഞു ചേട്ടൻ താലി പറഞ്ഞു താലി കിട്ടില്ലെന്ന് താലി നമുക്ക് ഐറ്റംസ് നോക്കാം ഞാൻ ചെമ്മീൻ മീൻ ഇത് കക്ക ഇതൊക്കെ ഐറ്റംസ് ആണുള്ളത് പ്ലീസ് ഗൈസ് നമുക്കിതല്ല നമ്മ വാവളിച്ചിരുന്നു നമുക്കിതല്ല നമുക്ക് ഫ്രൈഡ് റൈസ് മട്ടും നല്ലൊരു വില 20 ആയിട്ട് എത്ര വേണം ഇടും ഇത് മീൻ കറിയോ ചാളക്കറിയോ ഇന്നത് ചാളയോ അല്ലേ ചാളക്കറിയും ചോറും ഫിഷ് ഫ്രൈയും കക്കതേന് ഇത് കക്കയാണ് അത് കക്ക അത് ആൾക്ക് കൊടുക്കോ ഇത് തൊണ്ട് കക്കയുടെ തൊണ്ട ഇതെങ്ങനെ തന്നെ കഴിക്കണം നക്കണം കക്ക നമ്മുടെ തൊണ്ടാണ് ഞങ്ങൾ തേഞ്ഞിരിക്കണം നമുക്കത് വന്നി അത് കിട്ടും അവർ ഐറ്റം ഈസ് റേസ്റ്റ് ഫ്രൈഡ് റൈസ് എത്തി ഇഷ്ടപ്പെട്ടോ ഫ്രൈഡ് റൈസ് കഴിച്ചു നോക്കാം വീട്ടിൽ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ചോറും മീൻകറിയും വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ശരിയാകുന്നല്ലോ വീട്ടിൽ നിന്ന് എന്ത് അത് പറഞ്ഞാൽ മതിയാകും പക്ഷെ ഇന്നലത്തെ താലി മറ്റേ റൈസല്ല വൈറ്റ് റൈസ് അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയണ്ടത് ഫ്രൈഡ് റൈസ് വെച്ചോട്ടെ ഫ്രൈഡ് റൈസ് കൊള്ളാലോ ഫ്രൈഡ് റൈസ് കഴിക്കും ഫുഡ് കഴിച്ച് ഞങ്ങൾ റൂമിലെത്തി. 5:30 പോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അറിയില്ലായിരുന്നു 5:30 പോട്ടെന്ന്. അയ്യോ പുറത്ത് കൂട്ടി അത് നമുക്ക് 5:30 പൂട്ടാണ്. നേരത്തെ എത്തണമായിരുന്നു. നമ്മൾ റൂമിലെത്തിയിട്ട് ഇച്ചിരി റെസ്റ്റ് ഒക്കെ എടുത്തില്ലേ. 1 hour ഉണ്ട് റൂമിൽ. അപ്പം തന്നെ ഇറങ്ങിയാൽ മതി. ഫുഡ് കഴിച്ച് നമ്മൾ അപ്പം തന്നെ ഇറങ്ങിയിരുന്നെങ്കിൽ നമുക്ക് കാണാമായിരുന്നു. വെയിലാണ്, കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വരാമല്ലോ എന്ന് വെച്ചിട്ടാ. സൺസെറ്റെങ്കിലും കണ്ടിട്ട് പോവാം. പുറത്തേ പറ്റില്ല. അടുക്കും ആമി അപ്പുറത്ത് കുറച്ച് മീൻ കിടക്കും റോഡാ. വണ്ടിയിൽ അപ്പുറത്ത് പുറത്ത്. പിന്നെ ഇത്രയും അപ്പം ഇത്രയും വണ്ടിയിൽ എന്തിനാ ഇവിടെ? ഓ ഓൾറെഡി അവിടെ ഉള്ളത് മാത്രമല്ലേ? കുറേ വണ്ടികളുണ്ടല്ലോ. പെണ്ണ് കിടക്കുന്ന പോലെ ഉണ്ടല്ലേ. കണ്ടോ ആ മലകൾ കണ്ടോ? ആ പോയിന്റ് ഒരു പെണ്ണ് കിടക്കുന്ന പോലെ അല്ലേ? ഫേസ് ഇങ്ങനെ കിടക്കുന്നു. എവിടെ പോണു? ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ റൗണ്ട് പോലത്തെ സാധനത്തിന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പേര് കൂടി നിൽക്കണേ. നമുക്കിനി എപ്പോഴാണ് എടുക്കാൻ പറ്റും? ഇത് ചൂരല് വെച്ച് ചെയ്തേക്കണെന്നാണല്ലേ? ചൂരലല്ലേ ഇത് പറ്റേ? അതിന് പറഞ്ഞ പേര് ഈറ്റ. ഈറ്റ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. സൈഡിൽ മൊത്തം ആൾക്കാർ. ഇവിടെ നോക്കാം. ആമി
पानी पानी പാനി എന്ന് പറഞ്ഞാൽ വെള്ളം. നാമോ എടുത്തോ. ദോ ഒരെണ്ണം മതിയോ? ഒരെണ്ണം മതിയായിരുന്നോ? മധുരം കുറവല്ലേ? ആണോ? ഇതിൻ്റെ നോക്കാം. ആ കാട്ടുതി ഇത് ഫ്ലാറ്റ്. ചെറുതായിട്ടൊന്ന് കറങ്ങി നേരെ റൂമിലേക്ക് എത്തി. ഇനി നാളെ വെളുപ്പിന് ഒരു സ്ഥലം വരെ പോകണം. ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. ഫുഡ് റൂമിലേക്ക് വരുത്തിക്കാലോ എന്ന് കരുതി. ആമിക്കുട്ടി ഭയങ്കര പണിയിലാണ്. എന്താണ് ആമി പണി? ചായ ഉണ്ടാക്കി തന്നെ അച്ഛനും നമുക്കും. പിന്നെ എങ്ങനെ? എനിക്ക് മാത്രമാണ് തന്നെ നിങ്ങൾക്ക് കളിപ്പണ് നോട്ടിൽ അടിക്കാൻ പോണ കളിപ്പണ്. നോക്ക് ആ സ്റ്റിക്ക് വെച്ചിട്ട് നോക്കട്ടെ. കഴിക്കാൻ അറിയാമെന്ന് അറിയണമല്ലോ. കൈ നമ്മൾ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ എടുക്കുക. അല്ല അങ്ങനെയല്ല പിടിക്കാൻ പാടില്ല. ഇതിങ്ങനെ പിടിക്കുക. കണ്ട ഇതിങ്ങനെ കിട്ടും. ഓക്കെ. ലോക്ക് ചെയ്യണം സാധനം. കൈ ലോക്ക് ചെയ്യണം. ഓക്കെ. നോട്ട് കഴിച്ച് നോട്ടെ. ആ പഠിച്ചടാ. അങ്ങനെ കുറച്ച് ഇങ്ങനെ വെക്കാം. ഇങ്ങനെ പിടിക്കാം. എടുക്കാം. കാപ്പി അടിക്കട്ടെ. കാപ്പി. അയ്യോ എന്തോ കാപ്പി ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കണ്ട. അവരുണ്ടാക്കിയിട്ട് പോണം തോന്നുന്നു. ആണോ? അത് ചില്ലി സോസ് വേണമെങ്കിൽ ഇട്ടോ. വേണ്ട ഉണ്ട്. പോരാ നോക്കട്ടെ. ഞാൻ നമ്മൾ ഒഴിക്കട്ടെ. ചില്ലി ചേർക്കണം. എന്തിനാ? ഏയ് ഇത് ഡാർക്ക് സോയ. സോയ വേണ്ടല്ലോ. സോയ വേണ്ട. സോയ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി സോയ ഇട്ട് കുടിക്കണ്ട. നല്ല ചായ കഴിക്കടാ.